ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു Mtech ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വിൻഡോസ് തന്നെ നിർദ്ദേശിക്കുന്ന ചില ടിപ്സുകളാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്ഡേറ്റ് യുവർ PC. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങളുടെ സിസ്റ്റം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റിയിൽ വിൻഡോസ് അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം അപ്ഡേറ്റ് ആവുന്നതാണ്. ഓർക്കുക, ഈ സമയം സിസ്റ്റത്തിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്ഡേറ്റ് ഫയലുകൾ ഡൗൺലോഡ് ആകുന്ന മുറയ്ക്ക് തന്നെ അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് യുവർ PC. നിങ്ങളുടെ PC റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മെമ്മറി ഫ്രഷ് ആവുകയും അതിൻ്റെ പെർഫോമൻസ് നേരത്തെക്കാളും ഒന്നുകൂടെ മെച്ചപ്പെടുന്നതായിരിക്കും. സിസ്റ്റം പെട്ടെന്ന് ഹാങ് ആവുകയോ സ്ലോ ആവുകയോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റകൾ സേവ് ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. യൂസ് റെഡി ബൂസ്റ്റ്. നമ്മുടെ ഫ്ലാഷ് ഡിവൈസുകൾ ഉപയോഗിച്ച് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുവാൻ വിൻഡോസ് നിഷ്കർഷിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു USB അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഡ്രൈവ് ഡിവൈസ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. ടാക്സ് ബാറിൽ നിന്നും ഫയൽ എക്സ്പ്ലോറർ തുറക്കുക. നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന USB അല്ലെങ്കിൽ ഫ്ലാഷ് ഡിവൈസ് അപ്പോൾ അവിടെ കാണിക്കുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് ബാറിൽ റെഡി ബൂസ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം യൂസ് ദിസ് ഡിവൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് OK പ്രസ് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണിത്. ഇതിലൂടെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ OK ബട്ടൺ അമർത്തുമ്പോൾ റെഡി ബൂസ്റ്റ് .sf എന്നൊരു ഫയൽ നിങ്ങളുടെ ഫ്ലാഷ് ഡിവൈസിൽ സേവ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് നമുക്ക് ഫ്ലാഷ് മെമ്മറി ലഭ്യമാക്കുന്നത്. മാനേജ് പേജ് ഫയലിംഗ്. നിങ്ങളുടെ PCയുടെ ഹാർഡ് ഡിസ്കിലെ മെമ്മറിക്ക് സമാനമായ ഒരു ഭാഗമാണ് പേജ് ഫയൽ എന്ന് പറയുന്നത്. പേജ് ഫയൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നിങ്ങളുടെ PCയുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി സെർച്ച് ബോക്സിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം എന്ന് ടൈപ്പ് ചെയ്ത് അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ തുറക്കുന്ന വിൻഡോയിൽ അഡ്വാൻസ് ടാബ് ക്ലിക്ക് ചെയ്യുക. പെർഫോമൻസ് ഏരിയയിലെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ വീണ്ടും അഡ്വാൻസ്ഡ് ടാബ് സെലക്ട് ചെയ്യുക. ഇനി വിർച്വൽ മെമ്മറി ഏരിയയിലെ ചേഞ്ച് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി മാനേജ് പേജ് ഇൻ ഫയൽ സൈസ് ഫോർ ഓൾ ഡ്രൈവേഴ്സ് എന്ന ബോക്സ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ PC റീസ്റ്റാർട്ട് ചെയ്യുക. അടുത്തതായി ചെക്ക് ലോ ഡിസ്ക് ആൻഡ് ഫ്രീ അപ്പ് സ്പേസ്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും കാര്യക്ഷമതയ്ക്കും ഫ്രീ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇതിനായി സ്റ്റാർട്ട് ബട്ടണിൽ സെറ്റിംഗ്സിലുള്ള സിസ്റ്റം ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓപ്ഷനുകളിൽ സ്റ്റോറേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ തുറക്കുന്ന വിൻഡോയിൽ സ്റ്റോറേജിന് താഴെയുള്ള ബട്ടൺ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം അതിന് താഴെയായുള്ള കോൺഫിഗർ സ്റ്റോറേജ് സെൻസ് ഓർ റൺ ഇറ്റ് നൗ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്പോൾ ഓപ്പൺ ആവുന്ന വിൻഡോയിൽ ഏറ്റവും താഴെയുള്ള ക്ലീൻ നൗ ടാബ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റം മെമ്മറിയിലുള്ള അനാവശ്യ ഫയലുകൾ ക്ലീൻ ചെയ്ത് സ്റ്റോറേജ് സ്പേസ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി വീണ്ടെടുക്കുന്നതാണ്. ഇതുകൂടാതെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ലോ സ്പേസ് റിക്കവർ ചെയ്യാൻ 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് അടുത്തതായി നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ടെം ഫയലുകൾ ക്ലിയർ ചെയ്യണം. അതായത് സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ടെമ്പററിയായി ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകൾ സിസ്റ്റം ടെമ്പററി ഫോൾഡറുകളിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഫയലുകൾ ക്ലിയർ ചെയ്യുക വഴി നമുക്ക് സിസ്റ്റത്തിന്റെ സ്പേസ് റിക്കവർ ചെയ്യാൻ കഴിയുന്നതാണ്. അത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ നോക്കാം. അതിനായി ആദ്യം സെർച്ച് ബോക്സിൽ റൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ വിൻഡോ കീ +R ബട്ടൺ പ്രസ് ചെയ്തോ റൺ കമാൻഡ് ബോക്സ് നമുക്ക് തുറക്കാൻ സാധിക്കും. അതിനുശേഷം റൺ കമാൻഡിലെ ഓപ്പൺ എന്ന സ്പേസിൽ ടെംപ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OK പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ
ടെമ്പററി ഫോൾഡർ ഓപ്പണായി വരുന്നതാണ്. ഈ ഫോൾഡറിൽ നമുക്ക് ധാരാളം ഫയലുകൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവയെല്ലാം കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിനായി താൽക്കാലികമായി കമ്പ്യൂട്ടർ ശേഖരിച്ചു വെക്കുന്ന ഫയലുകളാണ്. ഈ ഫയലുകൾ മിക്കവാറും തന്നെ ഉപയോഗശൂന്യമായവയായിരിക്കും. ഇവ ക്ലിയർ ചെയ്യുക വഴി നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിലെ സ്പേസുകൾ വീണ്ടെടുക്കാനാവുന്നതാണ്. ഇതിനായി Ctrl+A പ്രസ് ചെയ്ത് ഈ ഫോൾഡറിനുള്ളിലെ എല്ലാ ഫയലുകളും സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ഷൻ ഏരിയയുടെ ഉള്ളിൽ മൗസ് പോയിൻ്റർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് പ്രസ് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തോ ഈ ഫയലുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും അതുവഴി ടെമ്പററി ഫോൾഡർ ഫ്രീ ആക്കുവാനും അതുവഴി നമ്മുടെ സ്പേസ് റിക്കവർ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും റൺ കമാൻഡ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ എന്നെടുത്ത് %temp% എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുക. ഇപ്പോൾ തുറക്കുന്ന ഫോൾഡറിൽ ടെമ്പററി ആയിട്ടുള്ള ഒരുപാട് ഫയലുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവയെല്ലാം Ctrl+A പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയോ സെലക്ഷൻ ഏരിയയുടെ ഉള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കമാൻഡ് കൊടുത്തോ ഇവയും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്ത നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഫയലുകളാണ് പ്രിഫെച്ച് ഫയലുകൾ. ഇതിനായി റൺ കമാൻഡ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ എന്നെടുത്ത് പ്രിഫെച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രിഫെച്ചിൻ്റെ ഫോൾഡർ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ Ctrl+A പ്രസ് ചെയ്ത് ഫയലുകളെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി ഫോൾഡറുകളിലെ സ്പേസ് വീണ്ടെടുക്കാൻ സാധിക്കും. നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ഫയലുകൾ വീണ്ടും ഈ ഫോൾഡറുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത്തരം ഫയലുകൾ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്യുക വഴി നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്പേസ് റിക്കവർ ചെയ്യാൻ സാധിക്കുകയും അതുവഴി വേഗതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് ഈ ഫയലുകൾ പൂർണ്ണമായി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതാണ്. നമ്മൾ ഈ ഫോൾഡറിൽ നിന്ന് ഈ ഫയലുകൾ നീക്കം ചെയ്തെങ്കിൽ തന്നെയും ഈ ഫയലുകൾ റീസൈക്കിൾ ബിന്നിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഫയലുകൾ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റീസൈക്കിൾ ബിന്നിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പേസ് കുറയ്ക്കുകയും പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടെ റീസൈക്കിൾ ബിന്നും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സ്പെസിഫിക് ആയിട്ടുള്ള സ്പേസ് ഓരോ ഡ്രൈവിലും അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ Ctrl+A പ്രസ് ചെയ്ത് ഫയലുകളെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ PC-യിലെ ഡ്രൈവ് അലോക്കേഷനിലുള്ള ഫയലുകളും നമുക്കിതുപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായി സെർച്ച് ബാറിൽ ദിസ് PC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡ്രൈവ് അലോക്കേഷൻ്റെ ഫോൾഡർ ഓപ്പൺ ആവുന്നതാണ്. ഇതിനായി നമ്മളിപ്പോൾ C ഡ്രൈവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡിസ്ക് ക്ലീനപ്പ് എന്ന ടാബിൽ പ്രസ് ചെയ്യുക. അടുത്തതായി ഓപ്പൺ ആവുന്ന സബ് വിൻഡോയിൽ ഡിലീറ്റ് ചെയ്യേണ്ട ഫയലുകളുടെ നേരെയുള്ള ബോക്സ് ചെക്ക് ചെയ്തതിന് ശേഷം OK പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ ഡ്രൈവിലുള്ള അനാവശ്യ ഫയലുകൾ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായി റിമൂവ് ചെയ്യുകയും ആ സ്പേസ് വീണ്ടെടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോ ഡ്രൈവിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ ഡിസ്ക് ക്ലീനപ്പ് കൊടുത്ത് നമുക്ക് ഓരോ ഡ്രൈവിലെയും അനാവശ്യമായിട്ടുള്ള ഫയലുകൾ ക്ലീൻ ചെയ്യുകയും ആ ഡ്രൈവിൻ്റെ സ്പേസ് വീണ്ടെടുത്ത് കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം നമുക്ക് വരുത്താൻ സാധിക്കും. പോസ് OneDrive സിങ്ക്. OneDriveൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിങ്കിങ് താൽക്കാലികമായി നിർത്തിവെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതിനായി ടാസ്ക് ബാറിൽ നോട്ടിഫിക്കേഷൻ ഏരിയയുടെ സമീപമുള്ള OneDrive ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പോസ് സിങ്ക്രണൈസേഷൻ സെലക്ട് ചെയ്ത് എത്ര സമയത്തേക്ക് സിങ്കിങ് പോസ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുക. ഇതോടുകൂടെ OneDriveലേക്കുള്ള സിങ്കിങ് താൽക്കാലികമായി നിലയ്ക്കുകയും അതിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനക്ഷമതയും വേഗവും വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അൺഇൻസ്റ്റാൾ അൺയൂസ്ഡ് ആപ്സ്. നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ സിസ്റ്റത്തിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക വഴി നിങ്ങൾക്ക് സ്പേസ് ലാഭിക്കാനും അതിലൂടെ തന്നെ സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമതയും വേഗവും വർദ്ധിപ്പിക്കാനും കഴിയും. ഇതിനായി ആപ്സ് ആൻഡ് ഫീച്ചേഴ്സിന് താഴെ കാണിക്കുന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റുകളിൽ നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ആപ്ലിക്കേഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കണ്ടെത്തി അൺഇൻസ്റ്റാൾ ചെയ്യുക. ഡിസേബിൾ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ്. നിങ്ങളുടെ സിസ്റ്റം ഓണാകുമ്പോൾ തന്നെ അതോടൊപ്പം അനാവശ്യമായുള്ള പ്രോഗ്രാമുകൾ ഓണാവുന്നത് ബൂട്ട് ടൈം ഉയർത്തുന്നതിനും PC സ്ലോ ആവുന്നതിനും ഇടയാക്കും. ഇത്തരം ആപ്ലിക്കേഷനുകൾ കണ്ടെത്തി അവ ഡിസേബിൾ ചെയ്താൽ ബൂട്ടിംഗ് സമയവും പ്രവർത്തനക്ഷമതയും മെച്ചപ്പെടുത്താനാവും. ഇതിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് ആപ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ
താഴെ സ്റ്റാർട്ടപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പിന്നീട് വരുന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റുകളിൽ ആവശ്യമില്ലാത്ത, അതായത് ആൻറ്റിവൈറസ് പോലെയുള്ള അത്യാവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ ഒഴികെയുള്ള ആപ്ലിക്കേഷനുകളുടെ നേരെയുള്ള ബട്ടൺ ഡിസേബിൾ ചെയ്യുക. ഇനി രണ്ടാമത്തെ രീതി, ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. ടാസ്ക് മാനേജർ ഓപ്പൺ ആകുമ്പോൾ ഇതിൽ സ്റ്റാർട്ടപ്പ് ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനുകളുടെ നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബൂട്ടിംഗ് ടൈം മാത്രമല്ല സിസ്റ്റത്തിൻ്റെ വേഗതയും വർദ്ധിപ്പിക്കാൻ കഴിയും. സ്കാൻ ഫോർ വൈറസ്. നിങ്ങളുടെ PC കൃത്യമായ ഇടവേളകളിൽ വൈറസ് സ്കാൻ ചെയ്യുകയും വൈറസ് പ്രോഗ്രാമുകൾ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും വഴി വൈറസ് ആക്രമണം മൂലമുള്ള PC തകരാറുകളിൽ നിന്നും മറ്റും നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ സംരക്ഷിക്കാനും മാത്രമല്ല വൈറസ് ആക്രമണം മൂലമുണ്ടാകുന്ന കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനമാന്ദ്യം പരിഹരിക്കാനും സാധിക്കും. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻബിൽട്ടായി തന്നെ വിൻഡോസ് ഡിഫൻഡർ അല്ലെങ്കിൽ വിൻഡോസിന്റെ തന്നെ ആന്റിവൈറസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിൻഡോസിന്റെ ഈ ആന്റിവൈറസ് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇതിനായി സ്റ്റാർട്ടിൽ അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റിയിൽ വിൻഡോസ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. അവിടെ നിന്നും ഓപ്പൺ വിൻഡോസ് സെക്യൂരിറ്റി സെലക്ട് ചെയ്ത് വൈറസ് ആൻഡ് ത്രെറ്റ് പ്രൊട്ടക്ഷൻ ഓപ്പൺ ചെയ്ത ശേഷം സ്കാൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്കാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫുൾ സ്കാൻ സെലക്ട് ചെയ്ത് നമ്മുടെ സിസ്റ്റം പൂർണ്ണമായും സ്കാൻ ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. കൂടാതെ വൈറസ് ആൻഡ് ത്രെറ്റ് പ്രൊട്ടക്ഷൻ അപ്ഡേറ്റിന് താഴെ ചെക്ക് ഫോർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് ആന്റിവൈറസ് പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യുക. ഓർക്കുക, ആന്റിവൈറസ് പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. റീസ്റ്റോർ ദ PC. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഫയൽ എറർ മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സിസ്റ്റത്തിന് നേരത്തെയുള്ള സെറ്റിംഗ്സ് അനുസരിച്ച് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇതിനായി സെർച്ച് ബോക്സിൽ റീസ്റ്റോർ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് റീസ്റ്റോർ പോയിന്റ് സെലക്ട് ചെയ്ത് അപ്പോൾ വരുന്ന വിൻഡോയിൽ സിസ്റ്റം പ്രൊട്ടക്ഷൻ സെലക്ട് ചെയ്ത് അതിൽ സിസ്റ്റം റീസ്റ്റോർ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന സബ് മെനുവിൽ റീസ്റ്റോർ പോയിന്റ് സെലക്ട് ചെയ്ത് സിസ്റ്റം റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.